100 വാട്ടിൻ്റെ ആംപ്ലിഫയറാണ്. 300 വാട്ട്, 12 വോൾട്ട് പ്ലസ് ഒരു മൈനസ്, അതേപോലെ 160, ഒരു ന്യൂട്രൽ, 240, 250. ഇതാണ് 300 വാട്ടിൻ്റെ ചെറിയൊരു ബോർഡ്. കംപ്ലീറ്റ് അഴിച്ച് മാറ്റി വേറെ ബോർഡ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു ഉപകാരമില്ല. അപ്പോൾ ഇതിനെ ബാറ്ററി കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഏകദേശം ഒരു 35-40 എച്ചിൻ്റെ ബാറ്ററിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് പുതിയൊരു 12 വോൾട്ട് 100 എച്ചിൻ്റെ ബാറ്ററി സപ്പോർട്ട് ചെയ്യില്ല. ഒരുപാട് വിഷയങ്ങൾ ഈ ബോർഡിനും ഇതിനുണ്ട്. അപ്പോൾ ഒരു 1000 വാട്ടിൻ്റെ ഒക്കെ 900, 850 വാട്ടിൻ്റെ ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേറൊരു ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പ് ചെയ്യണം വെച്ചിട്ടാണ്. അതുകൊണ്ടാണിത് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഒഴിവാക്കുന്നത്. സാധനം ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു വലിയൊരു ഉപയോഗം തോന്നില്ല. ഒരാൾ തന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് അഴിച്ച് നോക്കാം. ഇതിൽ ഒരുവിധമൊക്കെ അഴിച്ച് വെച്ചാണ്. ഇനിയൊരു 2 സ്ക്രൂവും കൂടി ഉണ്ട്. ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി ഏകദേശം ഓക്കെ ആയി. ഇതിൽ ഫ്രണ്ട് പാനലുണ്ട്. മെയിൻ ഓണ്, ചാർജിങ് ഓണ്, ഇൻവെർട്ടർ ഓണ്, സിസ്റ്റം കട്ട് ഓഫ്. ഈ ബോർഡ് എന്തായാലും നല്ല ബോർഡാണ് കേട്ടോ. ഇത് ചെയ്ത ആൾ നല്ലൊരു ടെക്നീഷ്യനാണ്. അത് മാത്രമല്ല ഇത് ഒരാൾ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ബാറ്ററി വെച്ചിട്ടും നമ്മളെ ആവശ്യങ്ങൾ നടക്കില്ല. അപ്പോൾ അത് നമുക്ക് ഇനി ഈ കേസൊന്ന് ചുരണ്ടി അടിച്ചപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടക്കും. ചെറിയ കൺട്രോൾ ബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റാവുന്നൊരു കേസാണിത്. ഒന്ന് ആൾട്രേഷൻ ചെയ്താൽ മതി. ഫ്രണ്ട് സ്വിച്ച്, അതുപോലെ ഒരു വയറിങ് പോലും ഒരു കംപ്ലൈൻ്റ് ഇല്ല. കംപ്ലീറ്റ് ക്ലിയറാണ്. ആർക്കെങ്കിലും ബോർഡ് ആവശ്യം വെച്ചാൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കുക, കോണ്ടാക്ട് ചെയ്താൽ മതി. ബോർഡ് ട്രാൻസ്ഫോമറൊക്കെ കൊടുക്കുന്നതാണ്. അതേപോലെ ട്രാൻസ്ഫോമർ ഒരു 300 വാട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ മെയിനായിട്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, വർക്കിംഗ് ആണ്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചെറിയ നെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ അഴിച്ച് ഇതിൻ്റെ പിന്നാണ് കാര്യങ്ങൾ. ആ പിന്നുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പിന്നിൻ്റെ പരിപാടി തൽക്കാലം കഴിഞ്ഞ് പിന്നെ ഒരു കപ്പാസിറ്ററാണ് ഒക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. RMF കപ്പാസിറ്ററാണിത്. 400 വോൾട്ടേജ്. അപ്പോൾ അതും കൂടി ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് ബോർഡിന് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 3 വയറുണ്ട്. ഇന്നൗട്ട്, ബോർഡും നല്ല ബോർഡാണ്. ആർക്കെങ്കിലും ആവശ്യം വെച്ചാൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്താൽ മതി. 300 വാട്ടിൻ്റെ പൊളിച്ച ബോർഡാണിത്. ഏകദേശം ഒരു 240 വാട്ട് വരെ കൊടുക്കുക. ബോർഡിൽ ഏകദേശം ഒരു 12 വോൾട്ട് 500 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു
മാക്സിമം 300-ൻ്റെ താഴേക്കുള്ള കൊടുക്കാൻ പറ്റുള്ളൂ. ബോർഡൊന്നും അധികം കംപ്ലൈൻറ്റ് കാര്യങ്ങളില്ല. അതിൻ്റെ ട്രാൻസ്ഫോമർ വർക്കിംഗ് ആണ്. എല്ലാതും കൂടിയിട്ടാണ് അഴിച്ചു പൊളിച്ചത്.